മുഖത്ത് മാത്രമല്ല നമ്മുടെ സ്കിന്നിൽ കൈ കാലിലൊക്കെ തന്നെ സൺ ടാൻ ഏറ്റിട്ടുണ്ടെങ്കിലും സ്കിന്നൊന്ന് ഡള്ളായി തോന്നുന്നുണ്ടെങ്കിലും നമുക്ക് യൂസ് ആക്കാൻ പറ്റിയ ഒരു പാക്കാണ് ഇപ്പം ഞാൻ എൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. ഇത് മുഖത്ത് മാത്രമല്ല കേട്ടോ, കഴുത്തിലൊക്കെ റിങ്കിൾസ് ഉണ്ട്, ഫൈൻ ലൈൻസ് ഉണ്ട്, അതുപോലെ തന്നെ കറുത്ത പാടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് സഹായിക്കും. കയ്യിലും കാലിലും ഒക്കെ നല്ല രീതിയിൽ സൺ ടാൻ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് യൂസ് ആക്കാനായിട്ട് പറ്റും. ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയാൽ മതി. അത് നമുക്ക് കയ്യിലും കഴുത്തിലും ഒക്കെ യൂസ് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അതോടൊപ്പം എല്ലാവരും തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എങ്ങോട്ടെങ്കിലും പോയി വന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുഖം നന്നായിട്ട് കഴുകുക. മേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതിനുശേഷം വേണം ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. സ്കിന്നിൽ നല്ല രീതിയിൽ പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിലും കൈ മുഖം ഒക്കെ വേറെ വേറെ നിറത്തിലിരിക്കുകയാണെങ്കിലും കൈക്ക് നല്ല നിറമുണ്ട് പക്ഷെ മുഖത്തിന് അത്ര നിറമില്ല, അല്ലെങ്കിൽ ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു പാക്ക് യൂസ് ആക്കാം. കയ്യിലോ കാലിലോ മുഖത്തോ എവിടെ വേണമെങ്കിലും നമുക്ക് പെർട്ടിക്കുലറായിട്ട് ഇത് യൂസ് ആക്കാം. മുഖത്തിന് നല്ല നിറമുണ്ട് പക്ഷെ കൈ കാലിലാണ് നിറം കുറവാണെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് സൺ ടാൻ അടിച്ചിട്ട് ഒന്ന് കരിവാളിച്ച് മങ്ങിയിരിക്കുക, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു പാക്ക് കയ്യിൽ യൂസ് ചെയ്യാം. അല്ല മുഖത്താണ് കുറച്ച് നിറം കുറവെങ്കിൽ, നിറം എന്ന് ഉദ്ദേശിക്കുന്നത് സൺ ടാൻ അടിച്ചിട്ടുണ്ടാകുന്ന മങ്ങലാണ് കേട്ടോ, അല്ലാതെ വേറെ ഒന്നും കരുതരുത്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ആക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാനിവിടെ കാണാനായിട്ട് കയ്യിലല്ല മുഖത്താണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേയായിട്ട് മുടിയൊക്കെ ഒന്ന് നന്നായിട്ട് കെട്ടിവെക്കാം. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് റാഗിപ്പൊടിയാണ്. റാഗി എന്ന് പറയുമ്പോൾ നമ്മൾ കൊച്ചുകുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സാധനം അത് തന്നെയാണ്. റാഗി എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. അപ്പോൾ നമുക്കിത് കടയിൽ നിന്ന് ഹോൾ റാഗി ആയിട്ട് വാങ്ങാനായിട്ട് കിട്ടും, അല്ലെങ്കിൽ പൊടിയായിട്ടും വാങ്ങാം. ഞാനിപ്പോൾ പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമുക്ക് മുഴുവനായിട്ടുള്ള റാഗി മേടിച്ചിട്ട് പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. എന്താണോ നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ളത് അത് നിങ്ങൾ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പൊടിക്കാനൊന്നും താല്പര്യമില്ല എന്നാണെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്നത് എടുത്താൽ മതി. അതിങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് 1-1.5 സ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾ കയ്യിലും കാലിലും ഒക്കെ യൂസ് ആക്കുന്നുണ്ട്, കഴുത്തിലും മുഖത്തും എല്ലാം യൂസ് ആക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുക. ഒരു 1-1.5 സ്പൂണോളം റാഗിയുടെ പൊടി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ല ക്രീമി ആയിട്ടുള്ള തൈരാണ്. അധികം പുളിയില്ലാത്ത തൈര് എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ നല്ല ക്രീമി തിക്കായിട്ടുള്ള തൈര് എടുക്കുക. നല്ല മോര് പോലെ ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്ന തൈര് ഒന്നും എടുക്കരുത്. ഫ്രഷ് ആയിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള തൈര് എടുത്താൽ നമുക്ക് നന്നായിട്ട് സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്യാനും നറിഷ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് സൺ ടാനൊക്കെ ഉണ്ടെങ്കിൽ മാറിപ്പോകാനും ഹെൽപ്പ് ചെയ്യും. അടുത്തതായിട്ട് നമുക്ക് വേണ്ട ഒരു ഐറ്റമാണ് അലോവേര ജെൽ. അലോവേര ജെല്ല് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം അലോവേര ജെല്ലും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കറ്റാർ വാഴയുടെ നീര്, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ചെടിയിൽ നിന്നുള്ള കറ്റാർ വാഴയുടെ നീര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അതിൻ്റെ ആ ഒരു മഞ്ഞ കളറിൽ വരുന്ന ലിക്വിഡ് മാറ്റിയതിന് ശേഷം നമുക്കത് യൂസ് ആക്കാനായിട്ട് പറ്റും. ചിലരുടെ സ്കിന്നിന് അത് അലർജി ആണെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കത് പറ്റത്തില്ല എന്നാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് ഇതുപോലെ പാക്കറ്റിൽ വാങ്ങുന്ന അലോവേര ജെല്ല് യൂസ് ആക്കിയാൽ മതി. തൈര് യൂസ് ചെയ്യാനായിട്ട് പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് കറ്റാർ വാഴയുടെ നീര് തന്നെ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഒപ്പം നിങ്ങൾക്ക് പാലോ അല്ലെങ്കിൽ റോസ് വാട്ടറോ ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ്. നിങ്ങളിതിൽ തൈര് ഉപയോഗിക്കേണ്ട. പക്ഷേ തൈര് യൂസ് ആക്കാൻ പറ്റുന്ന എല്ലാവരും തീർച്ചയായിട്ടും നിങ്ങൾ തൈര് ഉപയോഗിക്കണം. ഇനിയിപ്പോൾ ഇച്ചിരി ലൂസായിട്ടൊക്കെ പോയ തൈരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് യൂസ് ആക്കാം. പക്ഷേ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ക്രീമി ആയിട്ടുള്ള തൈരാണ്. നമ്മൾ ഈ തൈര് ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന സൺ ടാൻ, അതുപോലെ തന്നെ ഡള്ളായിരിക്കുക സ്കിന്ന്, ഇതൊക്കെ മാറ്റാനായിട്ട് തൈര് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആവും. ഡെഡ് സെൽസ് ഒക്കെ മാറി നല്ല രീതിയിൽ സ്കിൻ ഹൈഡ്രേറ്റഡ് ആയി മോയ്സ്ചറൈസ്ഡ് ആയി ഗ്ലോ ആകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് ആദ്യ യൂസിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ തൈരാണ് എടുക്കുന്നതെങ്കിൽ. അത്രയും നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിൽ വർക്ക് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അതോടൊപ്പം തന്നെ നമ്മളിതിൽ റാഗിയുടെ പൊടി യൂസ് ചെയ്തിട്ടുണ്ട്. സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനാണോ പിഗ്മെൻറ്റേഷൻ മാറാനാണോ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതിനെല്ലാത്തിനും നമുക്ക് യൂസ് ആക്കാൻ പറ്റും. നമുക്ക് നല്ല രീതിയിൽ മാറ്റം അറിയാൻ പറ്റും കേട്ടോ. ഇപ്പോൾ പിഗ്മെൻറ്റേഷനൊക്കെ ചുണ്ടിന് ചുറ്റുമുണ്ട്, കണ്ണിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ കണ്ണിന് എവിടെയൊന്നും നിങ്ങളിത് അപ്ലൈ ചെയ്ത് കൊടുക്കണ്ട. അതിന് ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് മാറാനായിട്ട്. അത് നമ്മുടെ ചാനലിലുണ്ട്, ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. പക്ഷേ ചുണ്ടിന് ചുറ്റുമാണ് നമുക്ക് കറുത്ത പാടുകൾ ഉള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു പാക്ക് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചുണ്ടിന് ചുറ്റുമാണെങ്കിൽ നിങ്ങൾ
നിങ്ങൾ ആദ്യം കുറച്ച് നാൾ അവിടെ മാത്രം അപ്ലൈ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഫേസിൽ മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് തുടങ്ങിയാൽ മതി. കാര്യം എന്താ വെച്ചാൽ ആ ചുണ്ടിന് ചുറ്റുമുള്ള ആ ഒരു ഡൾനെസ്സും ഡാർക്ക്നെസ്സും മാറ്റിയെടുക്കണ്ടേ. ആഴ്ചയിൽ 1-2 ദിവസം നിങ്ങൾക്ക് ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ ബാക്കി എല്ലാ ദിവസവും നിങ്ങളിത് ചുണ്ടിൽ മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒരല്പം എടുത്ത് മിക്സ് ചെയ്ത് പുരട്ടണമെന്നല്ലേ ഉള്ളൂ. എന്നാൽ മാത്രമേ നമുക്കത് കംപ്ലീറ്റ് ആയിട്ടും വേഗത്തിൽ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ഈ പിഗ്മെൻറ്റേഷൻ എന്ന് വെച്ചാലുണ്ടല്ലോ, അത് എളുപ്പത്തിൽ മാറുന്ന ഒരു സാധനമല്ല. ഒറ്റ ദിവസത്തിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതല്ല. സൺ ടാൻ മാറ്റിയെടുക്കാൻ പോലും നമുക്ക് പെട്ടെന്ന് പറ്റും. പക്ഷേ ഈ പിഗ്മെൻറ്റേഷൻ വന്നു പോയിട്ടുണ്ടെങ്കിൽ വന്നവർക്കറിയായിരിക്കും അത് മാറ്റിയെടുക്കാൻ വലിയ പാടാണ്. ഇപ്പോൾ നമ്മൾ ചുണ്ടിലൊക്കെ കർച്ചീഫ് വെച്ചിട്ട് അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വേർപ്പ് തുടക്കില്ലേ, ചൂട് സമയത്തൊക്കെ നമ്മൾ എപ്പോഴും ഇങ്ങനെ വേർപ്പ് തുടച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവിടുത്തെ സ്കിന്ന് ഡ്രൈ ആകും. എപ്പോഴും നമ്മളിങ്ങനെ റബ്ബ് ചെയ്യുന്നത് കൊണ്ട് അവിടുത്തെ സ്കിന്ന് ഡാർക്ക് ആവാനുള്ള ചാൻസും ഉണ്ട്. അങ്ങനെയൊക്കെ വന്നു പോയിട്ടുള്ള പിഗ്മെൻറ്റേഷൻ മാറ്റാനായിട്ട് നമുക്ക് ഒരു 1 മന്തിൽ കൂടുതലെടുക്കും. ഒരു 1 മന്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്താൽ മാത്രമായിരിക്കും നല്ല വ്യത്യാസം ഉണ്ടാകുന്നത്. ഇടയ്ക്കൊക്കെ മിസ്സായി പോയാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു 1 മന്ത് എടുക്കും. പിന്നെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് വീണ്ടും നമ്മൾ സ്കിന്നിനെ ഒട്ടും ഹാർഷാക്കരുത്. മോയ്സ്ചറൈസ്ഡ് ആയിട്ട് എപ്പോഴും സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും ഒരു ക്രീം അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മോയ്സ്ചറൈസേഴ്സ് ഏതാണോ നിങ്ങൾ യൂസ് ആക്കുന്നത് അത് നിങ്ങൾക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. ഇത് ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്ത് നോക്കിയ കാര്യമാണ്. എനിക്ക് നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട്. കാര്യം എൻ്റെ മുന്നത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, എൻ്റെ ആദ്യത്തെ വീഡിയോ ഒക്കെ കാണുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ട്. ഞാൻ പറയാറുണ്ടായിരുന്നു എനിക്കിങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ട്, എനിക്കിങ്ങനെ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് തുടയ്ക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ട്. അത് കാരണം വന്നു പോയതാണ്. അപ്പോൾ അത് മാറ്റാനായിട്ട് ഞാൻ ഇതായിരുന്നു ചെയ്തത്. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ രാവിലെയും വൈകുന്നേരമൊക്കെ മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുക. സ്കിന്നൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ പാക്കൊക്കെ എല്ലാ ദിവസവും അപ്ലൈ ചെയ്യുക, ആ ഒരു ഭാഗത്ത് മാത്രം. ബാക്കിയുള്ള ദിവസങ്ങളിൽ, അതായത് ആഴ്ചയിൽ 1-2 ദിവസം മാത്രം മുഴുവൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എളുപ്പത്തിൽ വർക്കൗട്ടോ നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. കറുത്ത പാടുകളുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നന്നായിട്ട് വർക്കാവും. ഇപ്പം ഞാൻ എൻ്റെ ഫേസിൽ മുഴുവനായിട്ടും നെക്കിലും ഒക്കെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്കിൽ നമുക്ക് കഴുത്തിലായിട്ട് ചുളിവുകൾ വരില്ലേ, അതൊക്കെ മാറ്റാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. സോ കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുറച്ചുകൂടെ ഇറങ്ങിയ പഴയ ടീഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് കഴുത്തിൻ്റെ താഴോട്ടൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ വെച്ചിരിക്കുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതൊന്ന് സെമി ഡ്രൈ ആയൊക്കെ തുടങ്ങും. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആകുന്നവരെ വെച്ചേക്കരുത്. ഭയങ്കരമായിട്ട് ഡ്രൈ ആകുന്നവരെ വെച്ചിരുന്നാൽ നമ്മുടെ സ്കിന്നിൽ മോയ്സ്ചറൈസേഷൻ കൂടി ഈ പാക്ക് വലിച്ചെടുക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പം ഇതൊന്ന് ഓരോരോ ഭാഗത്തു നിന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആയി തുടങ്ങും. അപ്പം തന്നെ നമുക്ക് നന്നായിട്ട് നിറയെ വെള്ളം തളിച്ച് കൊടുത്ത് വാഷ് ചെയ്യാം. അതല്ലാന്നാണെങ്കിൽ നേരത്തെ ഡ്രൈ ആകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്പ്രേ ബോട്ടിലിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് അതിനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും നമുക്കൊരു 5 മിനിറ്റ് കൂടെ വെച്ചിരിക്കാനായിട്ട് പറ്റും. അങ്ങനെ ടോട്ടലി 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ഒരു ഫേസ് പാക്ക് ഒന്ന് വാഷ് ചെയ്ത് നോക്കൂ. മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. ആദ്യ യൂസിൽ തന്നെ നിങ്ങൾ ഫ്ലാറ്റ് ആവും. അത്രയും നല്ല രീതിയിലാണ് ഇത് വർക്ക് ആവുന്നത്. സ്കിന്നൊന്ന് വാഷ് ചെയ്താൽ മതി. സാധാരണ പച്ചവെള്ളത്തിൽ, തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി. വേറെ ഒരു പ്രോബ്ലം ഉണ്ടാവത്തില്ല. പിന്നെ നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളം വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. നിർബന്ധമുള്ള കാര്യമല്ല. ചെറു ചൂടുവെള്ളം വേണമെങ്കിൽ മാത്രം ഓയിലി സ്കിൻകാർ യൂസ് ആക്കുക. അത്രയേ ഉള്ളൂ. നിറയെ പിമ്പിൾസ്, ആക്റ്റീവ് ആക്നെയൊക്കെ ഉള്ളവരാണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഓയിലി സ്കിൻ ആണെന്ന് പറഞ്ഞ് എല്ലാവരും അത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. മുഖത്ത് നല്ല വലിയ ബൾബ് പോലത്തെ മുഖക്കുരു പഴുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഒരു ഫേസ് പാക്കും ആ ഒരു സമയത്ത് യൂസ് ആക്കരുത്. അത് കംപ്ലീറ്റ്ലി ഹീലാകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം വേണം ഈവൻ നിങ്ങൾ പിമ്പിൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ചെയ്യാനായിട്ട്. പിന്നെ ആക്റ്റീവായിട്ട് ഇങ്ങനെ വലുതായി നിൽക്കുന്ന മുഖക്കുരു എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് നമ്മുടെ ചാനലിൽ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഞാൻ കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ഞാൻ മറന്നു പോകുന്നതാണ്. ഇനി അഥവാ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഉറപ്പായിട്ടും അത് ആഡ് ആക്കുന്നതായിരിക്കും കേട്ടോ. നല്ല രീതിയിൽ മുഖം ഫ്രഷ് ആയിട്ടുണ്ട്, നന്നായിട്ട് ഗ്ലോ ആകുന്നുണ്ട്, സ്കിൻ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ആയിട്ടുണ്ട്. അതോടൊപ്പം ആ ഹൈഡ്രേഷൻ വരുമ്പോൾ തന്നെ നമുക്ക് ആ ഗ്ലോ അറിയാനായിട്ട് പറ്റും. വരണ്ട് ഡ്രൈ ആയി ഡള്ളായിരിക്കുന്ന സമയത്ത് സ്കിന്നിൽ ഒട്ടും തന്നെ ഒരു ഗ്ലോ ഉണ്ടാവത്തില്ലല്ലോ സ്വാഭാവികമായിട്ട്. പക്ഷേ തൈരൊക്കെ യൂസ് ചെയ്ത് നന്നായിട്ട് റിപ്പയർ ചെയ്ത് റെജുവിനേറ്റ് ചെയ്യുമ്പോൾ നല്ല ഗ്ലോ പെട്ടെന്ന് അറിയാൻ പറ്റും. എൻ്റെ കവലിൻ്റെ അവിടെയൊക്കെ ലൈറ്റ് വീഴുന്നിടത്ത് കണ്ടോ തിളങ്ങുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും.
സ്കിന്നിൻ്റെ കളറിലല്ല, നമ്മുടെ സ്കിന്ന് ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ടോ എന്ന് മാത്രമാണ് വിഷയം. സോ ഏതൊരു നിറത്തിലുള്ളവർക്കായാലും ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. അലർജി ആണെങ്കിൽ ഒട്ടും ട്രൈ ചെയ്യേണ്ട കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ വിട്ടേക്കുക. ഇനി നമുക്കിത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകരുത്. ഉറപ്പായിട്ട് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ അലോവേര ജെല്ലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ യൂസ് ആക്കുന്ന മോയ്സ്ചറൈസർ അത് യൂസ് ചെയ്താൽ മതി. സ്കിന്നിൽ മുഴുവനായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ കയ്യിലും കാലിലും ഒക്കെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ബോഡി ലോഷൻ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കണം. നല്ല ഒരു ബോഡി ലോഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് അങ്ങ് വിട്ടാൽ മതി. ഇപ്പോൾ കുളിക്കുന്നതിന് മുന്നേയൊക്കെ ആണെങ്കിൽ കുളിച്ചതിന് ശേഷം ഈ ഒരു പാക്കൊക്കെ കഴുകി കളഞ്ഞിട്ട് സോപ്പിട്ടൊക്കെ കഴുകുക കേട്ടോ. അതൊന്നും വിഷയമുള്ള കാര്യമില്ല. ഈ പാക്ക് ഒരു 15 മിനിറ്റ് അപ്ലൈ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് സോപ്പിട്ട് കഴുകാം. ഒരു കുഴപ്പമില്ല. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പലർക്കും ഇതിങ്ങനെ വെച്ചിട്ട് ഇത് മാത്രമായിട്ട് അങ്ങ് കഴുകി കളഞ്ഞാൽ കുളിക്കാത്ത പോലെ തോന്നും. എനിക്കും അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സോപ്പ് ഉപയോഗിച്ച് കഴുകണം എന്നാണെങ്കിൽ ജെൻറ്റലായിട്ടുള്ള മൈൽഡായിട്ടുള്ള ഒരു സോപ്പ് ഉപയോഗിക്കുക. കുട്ടികളുടെയൊക്കെ സോപ്പ് ഉണ്ടല്ലോ, അതങ്ങനെ എന്തെങ്കിലും യൂസ് ആക്കുക. അല്ലെങ്കിൽ കടലമാവോ പയറുപൊടിയോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് കഴുകി കളയുക. അത്രേ വേണ്ടുള്ളൂ. എല്ലാ ആഴ്ചയിലും ഒരു ദിവസം വെച്ച് ചെയ്ത് കൊടുക്കുക. ഫുൾ ബോഡി ആണെങ്കിൽ 2 ദിവസമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഭയങ്കര നല്ലതാട്ടോ. പെട്ടെന്ന് മാറ്റം അറിയാൻ പറ്റും. മുഖത്താണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്നും കൂടെ കണ്ടു നോക്കുക. ഇനി അതിലും കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഞാൻ ഉറപ്പായും റിപ്ലൈ തരുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് മാറ്റം ഉണ്ടായല്ലോ എന്നൊക്കെ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ പറയാം. നിങ്ങൾക്ക് കുറേ ഡീപ്പായിട്ടുള്ള പിഗ്മെൻറ്റേഷനും ടാനും ഉണ്ടെങ്കിൽ കുറച്ച് ദിവസം എടുക്കും വ്യത്യാസം നല്ല പ്രകടമായിട്ട് കാണാനായിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ ഗായ്സ്.